ഇന്ന് January 4 ഇത് സാറ്റർഡേ ആണ്. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ബട്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിന് ഒരു വെറൈറ്റി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാനും ശ്രമിക്കുക. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ 24 hours ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആണ് ഗൈസ്. മീൻസ് ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ഓഫ്ലൈൻ എഡിഷൻ. വീഡിയോയിൽ കിടക്കാം. ഇൻസ്റ്റഗ്രാം റീൽസോ യൂട്യൂബോ വാട്സപ്പോ ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം കഴിച്ചുകൂടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രായത്തിലുള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു 18 കൂടുതലും ഞങ്ങൾ ഈ ഫോണോ ഇൻ്റർനെറ്റോ ഇല്ലാണ്ട് കഴിച്ചുകൂടിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ നേരം കളയാൻ ഒരു പണി ഉണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെയാണെങ്കിൽ ഈ ആൾക്കാരോട് ഇടപഴകിയിട്ട് ഇവിടെ ആൾക്കാർ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യണം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണവരാണ്. അപ്പം അതുകൊണ്ട് അത്ര കഷ്ടപ്പാടെന്നൊന്നും പറയാനില്ല, കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടായി. ഇൻ്റർനെറ്റും ഫോണൊന്നും ഇല്ലാണ്ട് പണ്ടൊക്കെ ഞാൻ എങ്ങനെയാണ് നേരം കളഞ്ഞതെന്നൊക്കെ ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു കേട്ടോ. ആലോചിക്കുമ്പോൾ അതൊരു രസമായിരുന്നു കേട്ടോ. ഇതിനേക്കാൾ രസമുള്ള കാലമായിരുന്നു. ഞാനും എൻ്റെ ഏട്ടനെയും കൂട്ടി ഞങ്ങളെ വീട്ടിൽ 4 പിള്ളേരാണ്. ഞങ്ങൾ കളിച്ചും തല്ലുകൂടിയും TV കണ്ടും ഒക്കെയാണ് പണ്ട് നേരം കളഞ്ഞിരുന്നത്. ഇന്നത്തെ 90s മൂവി എന്നും പറഞ്ഞ് കാണിക്കണ എല്ലാ പരിപാടീസും ഞങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങൾ 90s അല്ല കേട്ടോ, എന്നാൽ കൂടി സത്യം പറഞ്ഞാൽ ആ കാലമൊക്കെ മനോഹരമായത് ഫോണില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന ഫോണിൻ്റെ യൂസൊക്കെ അത്രയും അധികം ഇല്ല ഗൈസ്. ഇവിടെ വൈഫൈ ഉണ്ട്, പക്ഷെ ഞാൻ വൈഫൈ പോലെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇൻ്റർനെറ്റ് ഫാസ്റ്റിങ്ങിലാണല്ലോ. സോ വളരെ മനോഹരമായിട്ട് ഉച്ചവരെ എങ്ങനെയോ പോയി. ക്ലാസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ച് ഒരു മൂവി കണ്ടാലോ എന്ന് വെച്ച് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടൊരു മൂവി ഇരുന്ന് കണ്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എനിക്ക് പണ്ട് ഞാൻ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പരിപാടിക്ക് പോയപ്പോൾ വാങ്ങിത്തന്നൊരു പുസ്തകമുണ്ട്. അന്ന് ഞാൻ ആ പുസ്തകം വായിച്ച് ഞാൻ അതിന് ഇൻസ്പയർഡ് ആയതായിരുന്നു. പിന്നെ ഇപ്പം അതൊക്കെ മറന്നു കേട്ടോ. അതിൽ എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഒക്കെ മറന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ച്. അപ്പോൾ പഴയ പുസ്തകത്തിൻ്റെ മണോ അന്ന് 8ാം ക്ലാസ്സുകാരി ആ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങളും അത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഒരു നൊസ്റ്റാൾജി അടിച്ചു. പുസ്തകം വായിച്ച് നേരം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണ നേരത്തെ അവിടെ നിന്ന് നീച്ചത്. അങ്ങനെ പോയി ഫുഡ് കഴിച്ച് പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഞാൻ പണ്ട് ഓരോ പൊട്ട കഥകളൊക്കെ എഴുതായിരുന്നു കേട്ടോ. അത് പല കഥകളും ഞാൻ എഴുതി എവിടേക്കോ പോയി ഞാൻ തന്നെ ചീന്തിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറച്ച് ചാനൽ എഴുതാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് നേരം ചാനലൊക്കെ എഴുതി. ഇന്ന് നേരത്തെ കൂടി ഞാൻ അങ്ങ് കിടന്ന്. ഫോണൊന്നും ഇല്ലാത്തല്ലേ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു.